ഹലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇനിയിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതെന്നാ ഇന്നിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ കപ്പയുണ്ടല്ലോ, ചാക്കിൽ നട്ട കപ്പ, അതിന് കുറച്ച് നല്ലൊരു സ്ലെറി കൊടുക്കട്ടെ. ഈ സ്ലെറി ഇത് ഇന്നാളെ ആക്കി വെച്ച സ്ലെറിയാണ്. ഇത് അതിന് കൊടുക്കട്ടെ. അതിന് വളം കൊടുത്തില്ല, അത് കൊടുക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നല്ലൊരു സ്ലെറിയാണ്. ഇതൊന്ന് കൊടുത്തു നോക്കട്ടെ. നമുക്കിതൊന്ന് കൊടുക്കാമല്ലോ. ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം. അത് നമുക്ക് ആടെയാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ ആടെ വെച്ച് തരാം. അത് കണ്ടില്ലേ, വെള്ളമാക്കിയിട്ട് അതിൽ നിറച്ചും ഞാൻ വെള്ളമാക്കിയിട്ട് ആക്കി വെച്ചു. കണ്ടില്ലേ. ഇപ്പം അതിൽ മുക്കിയിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കട്ടെ കപ്പക്ക്. ഈ കപ്പക്ക് എന്നാൽ മാത്രമേ നമ്മൾ ഈ പച്ചക്കറിക്ക് കൊടുക്കുമ്പോൾ തന്നെ കപ്പക്കും കൊടുത്താൽ അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ സീമക്കൊന്ന, പിന്നെ എന്തെല്ലോ കൂടിയിട്ട് ഇട്ടതാണ്. ചാണം, വേപ്പും പിണ്ണാക്ക്, പിന്നെ കാട്, എന്തെല്ലോ സാധനങ്ങൾ തേച്ച് വിട്ടതാണ് ഇത്. ഇല്ലേ, ഇത് നല്ലൊരു വളമാണ്. പച്ചച്ചാണകം, പിന്നെ കടലപ്പിണ്ണാക്ക്, ഇതെല്ലാം കൂടി ഇട്ട് തന്നെയാണ് ഇത്. അരച്ചതല്ല, അരച്ച് പറഞ്ഞതല്ല, ഇതെല്ലാം കൂടിയാണ് ഇതിൻ്റെ അകത്താക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ പിന്നെ എന്ന് വെച്ചാൽ ഗോമൂത്രം ഉണ്ടെങ്കിൽ അത് കിട്ടും. പശുക്കളുടെ സമയത്ത് ഗോമൂത്രമെല്ലാം ഒഴിക്കും. ഗോമൂത്രമെല്ലാം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല വളമാണ്. അതൊന്നും ഇപ്പം കിട്ടാനില്ല. കഞ്ഞിവെള്ളം, ഇതെല്ലാം ഇതിൻ്റെ അകത്തുള്ളത്. ഇതിനകത്ത് ഉള്ളതാണ് ഇതെല്ലാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഒഴിച്ച് കൊടുത്ത് ഇനിയിപ്പം അപ്പുറത്തും കൂടി ഒഴിച്ച് കൊടുക്കണം. അപ്പുറത്ത് ചേമ്പുണ്ട്, ആ ചേമ്പിനും കൂടി ഒന്ന് കൊടുക്കാമല്ലോ നമുക്ക്. ചേമ്പിനും നല്ലതാണ്, ചേമ്പിനും കൂടി കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, ഇതേപോലെ ഇതിപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാനിപ്പം ഇതിലൊഴിക്കട്ടെ. കേട്ടാ, ഇത് നല്ലൊരു സ്ലെറി തന്നെയാണ്. ഇത് കായ് വളം വെക്കാനും എല്ലാത്തിനും നല്ലൊരു വളമാണിത്. നമുക്ക് പറ്റാവുന്ന വളങ്ങളെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ ഗുണം അനുഭവങ്ങൾക്ക് കിട്ടും. അതാണ് ഈ സീമക്കൊന്നേൻ്റെ ചപ്പ്. നല്ല പച്ചച്ചാണകത്തെ തുല്യാന്നീര് ചാണകം കൂട്ടിയിട്ടുണ്ട്, പിന്നെ വേപ്പും പിണ്ണാക്ക് കൂട്ടിയിട്ടുണ്ട്, കടല പിണ്ണാക്ക് കൂട്ടിയിട്ടുണ്ട്, പച്ചച്ചാണകം, പിന്നെ സീമക്കൊന്ന, ഇതെല്ലാം. സീമക്കൊന്ന അലിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അടുക്കളയിലുള്ള വേസ്റ്റുകളെല്ലാം ഉണ്ട് ഇതിനകത്ത്. പഴത്തിൻ്റെ തൊലി അടക്കം, പഴം, പിന്നെ പച്ചക്കറീൻ്റെ വേസ്റ്റുകളെല്ലാം. ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ ഇനി ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ പച്ചക്കറി ഇനിയിപ്പോൾ ഈ ചീര പായുന്നത് അറിയില്ല, അത്ര നല്ല പാച്ചലായിരിക്കും. അതിനെ ഇപ്പോൾ ഒഴിക്കുന്നില്ലോ. ഞാനിപ്പോൾ അപ്പുറം ചേമ്പിനും കൂടി ഒഴിക്കാനുണ്ടേ. എടുക്കട്ടെ, നോക്കട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, കണ്ടോ, ചീരക്കും കൂടി ഒഴിക്കട്ടെ. കണ്ടില്ലേ, ചീരക്കും കൂടി ഒഴിച്ചിട്ടുണ്ട്. വേണ്ടേ, നല്ല ഓടി വരും. ഇതെല്ലാം ഇനിയിപ്പം ഒറ്റ പാച്ചലായിരിക്കും. ചീരയെല്ലാം പായുന്നതറിയില്ല. 2 ദിവസം കൊണ്ട്. അപ്പുറം കൊണ്ട് ഒഴിക്കാനുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ ഇത്ര പരിമൾ പച്ചവെള്ളം ഒഴിക്കട്ടെ. അത് കുറച്ചായാലും എടുത്തതാണ്. ഇനിയിപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിക്കേ. ഇതേപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു വളമാണ് ഇത്. ഇത് വാങ്ങി കഴിഞ്ഞാൽ തന്നെ നല്ല ഓടിക്കോളും കേട്ടോ. തണ്ടെല്ലാം ഓടുന്നത് അറിയില്ല. ഇതാണ് ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് ഇതെല്ലാം. അങ്ങനെയാണ് ഞാൻ അനുഭവങ്ങൾ എടുക്കുന്നത്. നിങ്ങൾ ആരും ഇത് പണിയെടുത്ത് വെച്ചിട്ട് അവിടെ കുത്തിയിരുന്നാലൊന്നും നമ്മളെ പച്ചക്കറി നന്നാവില്ല. പച്ചക്കറിയല്ല, ചേമ്പല്ല, ചേനല്ല, ഏത് കാര്യമായാലും ഞാൻ എല്ലാത്തിനും ചാണകവും ഇതുമെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ, പിന്നെ അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നത് വെച്ചാൽ, നമ്മളെ കൃഷി നമുക്ക് നന്നായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, എന്താ ഇത് കണ്ടില്ലേ. അതേപോലെ ഇതിപ്പോൾ ഞാൻ ഈ ചീരയിട്ടെ, അതതിൻ്റെ വിളവെടുപ്പും കൂടി എടുക്കട്ടെ.
ചീര വിളവെടുപ്പുണ്ട്. ആ ഇതിടക്കത്തെ ചീരയില്ല നട്ടു വെച്ച് ആ ചീര വാഴപ്പോളയിലെ ചീരയായത് കണ്ടില്ലേ. ഇതാ ഇവിടെ തണലായതുകൊണ്ട് ഇവിടെ ഇപ്പം തണലായി പോയതുകൊണ്ട് ഇത് ഇതിൻ്റെ അകത്ത് നമുക്ക് നന്നാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇനി ചീര വിളവെടുക്കും. ഇനി വെയിൽ വെക്കാൻ പറ്റിയില്ല. വെയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് വരുമായിരുന്നു. ഇതിപ്പം കണ്ടില്ലേ ഇതാ ചീര കണ്ട. ഞാനിത് വിളവെടുക്കട്ടെ കണ്ട. ഇനി ഇതിനകത്ത് നടണം. അതിനാണ് ഇതിപ്പം ഞാൻ വിളവെടുക്കുന്നത് കണ്ട. നല്ല ഉഷാറായിട്ടുണ്ട്. ഇത് കണ്ട. ഇത് ഇതിനകത്ത് ഈ തണലായതുകൊണ്ടാണ് ഇത് നന്നാവാണ്ടായിപ്പോയത്. അതുകൊണ്ട് ഇതൊന്ന് എടുക്കാമല്ലോ. ഇത് കണ്ട. ഇത് നമ്മളെ വാഴപ്പോളയിലെ ചീരയായത്. ഇത് കണ്ട. ഇത് കണ്ട ഒന്നിതാ. ഇത് അത്രയും വളർന്നിട്ട് ഇപ്പം അത്രയെല്ലാം ആയിട്ടുള്ളൂ. പിന്നെ ഞാനെന്താ വെച്ചാൽ വാഴപ്പോളയിൽ ഇതായത് കണ്ട. ഇത് കണ്ട. ഇത് ഇത്രയും നന്നായിട്ടുണ്ട് കണ്ട. കണ്ട. ഇപ്പം അത്രയും ആയിട്ടുള്ളൂ. ഇത് ആ 4 വാഴപ്പോളയിൽ നട്ട് ഇതായത് കണ്ടില്ലേ. ഇതും കൂടി ഞാൻ വിളവെടുത്തു. ഇപ്പം കണ്ടല്ലോ കണ്ട. ഒരു കുടി നല്ല പോലെ വിളവെടുക്കാനുണ്ട് കണ്ടില്ലേ. കണ്ട. നല്ലോണം വിളവെടുക്കാനുണ്ട് കണ്ടില്ലേ. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാനിനി ആ ചാണകം കൂടി ബാക്കിയുള്ളത് കൂടി അങ്ങ് ഒഴിക്കട്ടെ. അതിനും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. അവിടെ ഒരു ഇതുണ്ട്, ഇഞ്ചിയുണ്ട് കുറച്ച്, പിന്നെ 2 തറ ഇതുണ്ട്, പിന്നെ ചിരങ്ങിയുണ്ട്. ആ നീളത്തിൻ്റെ ചിരങ്ങിയുണ്ട്. അതിനും കൂടി കുറച്ച് കൊടുക്കട്ടെ. ഇഞ്ചിക്കും കൂടി കൊടുക്കട്ടെ. ഈ തണൽ വെച്ചാൽ ഇഞ്ചി ഒന്നും നന്നാവില്ല. ഇതിപ്പോൾ എനിക്ക് മാറ്റി വെക്കണം. തൽക്കാലം ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. കണ്ടില്ലേ കണ്ടില്ലേ. ഇതാ ഉണ്ടല്ലേ. ഇതേപോലെ നട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ചേമ്പിന് ഒഴിച്ചു, കപ്പക്ക് ഒഴിച്ചു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ആ ചീര പറിച്ച് വിളവ് കൊടുത്തു. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ എൻ്റെ ചീര വിളവെടുപ്പും കൂടി കണ്ടല്ലോ നിങ്ങൾ. ഇത് കണ്ട, ഞാൻ കാണിച്ചു തരാം. ചീര വിളവെടുപ്പ് കണ്ടില്ല. ഇത്രയും ഞാൻ നട്ടിട്ടു, കുറച്ചേ നട്ടിട്ടു. ഇത്ര തണ്ടേ നട്ടിട്ടു. ആ തണ്ടായി കണ്ടാ നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. ആ വാഴപ്പോളയിൽ നട്ടതും വളർന്നിനി. മറ്റേ ഇത് ആദ്യം നട്ടതാണ്. പക്ഷേ ഇവിടെ വെയിലില്ലാത്തതുകൊണ്ട് പിന്നെ ചുവപ്പ് കളറാണ് കാണിക്കുന്നില്ല. അതാണ് എനിക്കിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഇന്നെല്ലാവരും വീഡിയോ കണ്ടിട്ട് ഹൈപ്പ് അടിക്കുക, ലൈക്ക് അടിക്കുക. ആദ്യം ലൈക്ക് അടിച്ചിട്ടാകുമ്പോൾ ഹൈപ്പ് അതിന് നേരെ താഴെ ഒരു ഏറോ മാർക്ക് വരും. ആ ഏറോ മാർക്കിലെല്ലാം വരിക. അതിനെല്ലാം അടിക്കേണ്ടത്. അവിടെ മൊത്തം അതുവരെ വന്ന ആ ഹൈപ്പുള്ള വീഡിയോ എന്ന് പറഞ്ഞാൽ അവിടെ വരും. അതിന് നേരെ സൈഡിലുണ്ട് ഹൈപ്പ്. ആ ഹൈപ്പ് തൊട്ടിട്ട് വേണം താഴെ വരും പിന്നെ പോയിന്റ്. അത് നിങ്ങൾ നോക്കി ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ഹൈപ്പ് അടിച്ചാൽ എനിക്ക് കിട്ടൂല. നിങ്ങൾ ചെയ്താൽ ഹൈപ്പ് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ പിന്നെ നന്ദി, നമസ്കാരം. എല്ലാവരും ഫുള്ളായിട്ട് കാണുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാമെങ്കിലും എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് പോകാൻ നോക്കുക. എല്ലാവർക്കും ഇത്രേ പറയാനുള്ളൂ.